ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിത മോള് ചെന്ന് പെട്ടത് വലിയൊരു കുഴിയിലാണെന്ന് ബബിതയ്ക്ക് തന്നെ മനസ്സിലായി. എന്തായാലും ഹരിയേട്ടൻ്റെ മുന്നിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക ഹരിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്തോ ഹരിയാണെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പകരം നീ എനിക്ക് എന്നാ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗോൾഡും അതുപോലെ പൈസയൊക്കെ തരാം, എല്ലാം തരാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ നീ എൻ്റെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. വരുന്ന പെൺപിള്ളേരെല്ലാം മുറിയിൽ കയറ്റുക എന്നുള്ളതാണല്ലോ ഹരിയുടെ പ്രധാന ഉദ്ദേശം. ബബിതയോടും അത് പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഹരിയേട്ടനത് ഡിലീറ്റ് ചെയ്യാൻ ബബിത പറയുമ്പോൾ നീ എൻ്റെ മുറിയിലേക്ക് ആദ്യം വാ, എൻ്റെ റൂമിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അത് ഡിലീറ്റ് ചെയ്യാം എന്നും പറഞ്ഞു. എന്തായാലും ഇതിപ്പോൾ ആരോടും പറയാനൊന്നും നിൽക്കണ്ട, മിണ്ടാതെ നീ മുറിയിലേക്ക് വന്നാൽ മതി എന്നും പറയാം. അങ്ങനെ ഹരി അതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഹരി അങ്ങ് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ബബിത മുറിയിൽ ഇരുന്ന് ചങ്ക് പൊട്ടി കരയുവാണ്. കാരണം തീർന്നു എന്ന് ബബിതയ്ക്ക് മനസ്സിലായി. ഇനി ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ബബിതയുടെ കാര്യം കട്ട പുകയാണെന്ന് ബബിതയ്ക്ക് അറിയാം. അങ്ങനെ ബബിത കരഞ്ഞ് വിളിച്ച് അവിടെ ഇരിക്കും കേട്ടോ. ചങ്ക് പൊട്ടി കരച്ചിലായി. ഇനി എന്നാ ചെയ്യും? ഹരിയുടെ കയ്യിൽ നിന്ന് അതെങ്ങനെയൊന്ന് മേടിച്ചെടുക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷനും കരച്ചിലൊക്കെ ആയിട്ടിരിക്കും. ഇതൊന്നും അറിയാതെ ആ വീട്ടിൽ കൂടെ പാറിപ്പറന്ന് നമ്മുടെ രോഹിത് ഇങ്ങനെ നടക്കും. അപ്പോൾ രോഹിത് നേരെ ഹരിയുടെ മുറിയിലേക്ക് ചെന്നു. വലിയ കൂട്ടുകാരനാണല്ലോ, അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനെ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഹരി കിടന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. ഹരിയാണെങ്കിൽ രോഹിത്തിനോട് ചുമ്മാ ഒരു വക സംസാരമൊക്കെ, നിനക്ക് എന്നാടാ പറ്റിയത്, നിനക്കെന്താ ഞാനിവിടുന്ന് പോകണമെന്നുള്ള ഒരു രീതിയിലാണല്ലോ നീ എന്നോട് സംസാരിക്കുന്നത്, നിനക്ക് എന്നാ പറ്റിയേ, നമുക്ക് കിടക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് രോഹിത്തങ്ങ് ചിലപ്പോൾ എനിക്ക് നല്ല തലവേദനയാടാ, നീ ഒരു കാര്യം ചെയ്യേ, നീ ഇന്ന് പൊയ്ക്കോ, നമുക്ക് നാളെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ രോഹിത്തിനെ മനഃപൂർവ്വം ഒഴിവാക്കി വിടുക. കാരണം പെങ്ങളെ മുറിയിലേക്ക് വിളിച്ചേക്കുകയാണ്. അപ്പോൾ ആങ്ങളെ ഇരുന്നാൽ ശരിയാവത്തില്ലല്ലോ. രോഹിത്തിന് എന്നാ ചെയ്യണമെന്ന് ഹരിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. രോഹിത്താണെങ്കിൽ പോകുന്നില്ല. രോഹിത്താണ് ഓരോന്ന് ചോദിച്ചുകൊണ്ട് ഹരിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. പൊയ്ക്കോടാ, പൊയ്ക്കോ നീ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ രോഹിത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. രോഹിത്ത് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴോ ഹരിയാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷകളോടുകൂടി ഇരിക്കുകയാണ്. ബബിതയെ മുറിയിലേക്ക് കൊണ്ടുവരുന്നതും പിന്നെ ബബിതയോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും ബബിത വഴങ്ങുന്നതും അതിനുശേഷം ഇത് ഇങ്ങനെ കയ്യിൽ പിടിച്ച്, അതായത് ഈ വീഡിയോ കയ്യിൽ പിടിച്ചവന് വീണ്ടും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഹരി ഒരുങ്ങുന്നത്. അതാണ് അവൻ മനസ്സിൽ കരുതിയിരിക്കുന്നത്. ഈ സമയത്ത് ബബിതയെയും രോഹിത്തിനെയും അവിടെ നിന്ന് ബാലചന്ദ്രൻ്റെ വീട്ടിൽ കൊണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ ചർച്ചകളും നല്ല ഭേഷായി നടന്നുകൊണ്ടിരിക്കുക അവിടെ താഴെ. ശിവനും അനിയനും കൂടി അപ്പോൾ നമ്മുടെ കമല അങ്ങോട്ടേക്ക് വന്നു. കമലയാണെങ്കിൽ ശിവേട്ടനോട് ആ പിള്ളേരെ കൊണ്ടാക്കുന്നില്ലേ, ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും വൈജയ്ക്കില്ലെന്നാണല്ലോ പറഞ്ഞത്, വൈജയ് ഏത് നിമിഷം വേണമെങ്കിലും ഡിസ്ചാർജ് ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്നാത്തിനാ ഇപ്പം അങ്ങനെ അവരിവിടെ നിർത്തിയിരിക്കുന്നത്, അവരെ കൊണ്ടുവന്ന് ആക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ പറയുക. അതേ എന്താണേലും ഈ അവറ്റകൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ കവിത എന്ന് പറയുന്ന പെണ്ണിൻ്റെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാര്യത്തിലും ആ പെണ്ണ് കൂടത്തുമില്ല. അവൾക്ക് തോന്നിവാസം പോലെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അതും ഇനി നമ്മുടെ തലയിൽ വന്നിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനേക്ക് ഒഴിവാക്കി വിടാൻ പറഞ്ഞ് കമല ഇങ്ങനെ പറയാം. അപ്പോൾ കമല അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഒന്ന് അടങ്ങ് കമലെ, കൊണ്ടുവരാൻ ഉത്സാഹം മൊത്തം നിനക്കായിരുന്നില്ലേ, ഇപ്പം എന്താ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അല്ല, അന്നത്തെ പ്രശ്നം അനുസരിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പം പിന്നെ അവിടെ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിവരെ ചുമക്കുന്നതെന്നൊക്കെ കമല ചോദിക്കുക. എന്താ വേണ്ടതെന്ന് ഞാനും രാജീവിനും കൂടെ തീരുമാനിച്ചോളാം, നീ കൂടുതൽ കാര്യത്തിലൊന്നും തലയിടാൻ വരണ്ട, വന്ന വഴി വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ കമലയെ ശിവൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കമല അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, പിന്നെ ഇപ്പം നമുക്കും പോകണം, നമ്മളും കൂടെ പോയി കഴിഞ്ഞാൽ കമലേട്ടത്തി പിന്നെ എന്തൊക്കെ ചെയ്തു വയ്ക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഒരു കാരണവശാലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവരെ ഇവിടെ നിർത്താനും പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ബാലൻ്റെ വീട്ടിലേക്ക് ആക്കുന്നതാണ് ബുദ്ധി എന്ന് രാജീവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. എങ്ങനെ അവരവിടെ കൊണ്ടാക്കും, ബാലനും അതുപോലെ അലീനയൊക്കെ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും, അവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ഈ ശിവൻ ചോദിക്കുമ്പോൾ അവിടെ കൊണ്ടുവിട്ട ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ ശിവേട്ട, അലീന നോക്കിക്കോളൂ അവരെ, അവളൊരു കുഴപ്പമില്ലാതെ അവർ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അതിന് അവൾ സമ്മതിക്കുമോ, അവൾ ശരിക്കും നോക്കുമോ, ഇത്രയും കാലത്തെ പോലെ അല്ല ഇനി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് ശിവേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ നോക്കുമെന്നേ, ഒന്നുമില്ലെങ്കിലും അവളുടെ കൂടപ്പറപ്പുകളല്ലേ അവർ, അവൾ നല്ല പൊന്നു പോലെ നോക്കും, നമ്മൾ നോക്കുന്നതിനേക്കാളൊക്കെ പൊന്നു പോലെ അവൾ നോക്കിക്കോളും. പിന്നെ സ്വന്തം മക്കളെ തള്ളിക്കളയാൻ എന്തായാലും ബാലചന്ദ്രന് പറ്റത്തില്ലല്ലോ. ആദ്യം കുറേയൊക്കെ പറയുമായിരിക്കും, മക്കളോടും നമ്മളോടും ഓരോന്നൊക്കെ കുത്തും വെച്ചൊക്കെ സംസാരിക്കുമായിരിക്കും, പക്ഷേ മക്കളെ ഉപേക്ഷിച്ച് കളയാൻ എന്തായാലും ബാലൻ തയ്യാറാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ അലീനെ സ്വീകരിക്കാമെങ്കിലാണോ സ്വന്തം മക്കളോട് നീതികേട് ബാലചന്ദ്രൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ
രണ്ടാങ്ങളമാരും കൂടെ അവിടെ നിൽക്കുക. ഏതായാലും വൈജ വരുമ്പോൾ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോവില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളെ ബാലൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടാക്കണം. ഇനി അവളുടെ തന്നിഷ്ടത്തിന് പോകാൻ അവളെ അനുവദിക്കരുത് എന്നും അവളുടെ ഒരു കാര്യത്തിലും ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്തോ ഇടയ്ക്ക് കയറി നിൽക്കരുതെന്നൊക്കെ പരസ്പരം ആങ്ങളമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കാം. ഇനിയും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലചന്ദ്രനോട് നമ്മൾ ചെയ്യുന്ന നെറുകേടായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ബബിത പതുക്കെ ഹരിയുടെ മുറിയിലേക്ക് ഹരിയുടെ മുറിയിലേക്ക് വരുമ്പോൾ ഹരിയാണെങ്കിൽ പ്രതീക്ഷകളോട് ഇങ്ങനെ നിൽക്കുക. അവൾ വന്ന് വാതിലിൽ മുട്ടി, ഇവൻ വന്ന് വാതിൽ തുറന്നപ്പോൾ ആരാ അവൻ കാത്തിരിക്കുന്ന മുതൽ വന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുകയല്ലേ. നീ വന്നോ, കയറി വാ എന്നും പറഞ്ഞ് ഇവൻ അകത്തേക്ക് ക്ഷണിക്കുന്നു. ബബിതയാണെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് അകത്തേക്ക് കയറി പോകണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ബബിതയാണെങ്കിൽ മൊത്തം മുറിയിലൊക്കെ ഇങ്ങനെ നോക്കുക. വാ ഹരിയേട്ടാ, നമുക്കത് ഡിലീറ്റ് ചെയ്യാം ഹരിയേട്ടൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്യാം, പക്ഷെ പകരം നീ എനിക്ക് എന്നാ തരും? അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്വർണവും എൻ്റെ പൈസയൊക്കെ തരാമെന്ന്. പിന്നെ എന്താ ഹരിയേട്ടാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വർണവും പൈസയൊക്കെ കിട്ടിയിട്ട് എന്തിനാ? എനിക്ക് സ്വർണവും പൈസയൊന്നും വേണ്ട, അതൊക്കെ ഇഷ്ടം പോലെ ഇവിടെയും ഉണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് എനിക്കെന്താ പ്രത്യേകിച്ച് പ്രയോജനം? എനിക്കങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെന്താ ഹരിയേട്ടന് വേണ്ടതെന്ന് ചോദിച്ചു. അതിപ്പോൾ ഞാനത് പറയട്ടെ, ഹരിയേട്ടൻ പറ, വേറെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ എന്തിനാണോ അവൻ്റെ കൂടെ അവിടെ പോയത് അതുപോലെ നീ എൻ്റെ കൂടെയും വരണം എന്ന് ഇവൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ബബിത ഞെട്ടി. നീ എന്തിനാ നോക്കുന്നേ? നീ ഒരു മടിയും കൂടാതെ അല്ലേ അവൻ്റെ കൂടെ വീട്ടിലാണ് പോയത്, അതുപോലെ ഞാൻ എൻ്റെ കൂടെ ഒന്ന് വന്നെന്നോർത്തിപ്പോൾ എന്താ കുഴപ്പം? ഇവിടെയാണെങ്കിൽ ആരും അറിയാനും പോകുന്നില്ല. അപ്പോൾ ഒരു തവണ മതി, ഒരേ ഒരു തവണ, അത് കഴിയുമ്പോൾ നീ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ബബിതയോട് പറഞ്ഞു. അന്നേരം ബബിത ഇങ്ങനെ നിന്ന് ആലോചിക്കുക. ബബിത തീർന്നു പോയിട്ടോ. തീർന്നെന്ന് പറഞ്ഞാൽ ബബിതയുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. കരഞ്ഞ് നില വിളിച്ച് മൂക്കീന്ന് ഒഴുകി, കണ്ണീന്ന് ഒഴുകി, വായിന്ന് ഒഴുകി ഇങ്ങനെ ഇരിക്കുക. ഇവനാണെങ്കിൽ നീ കട്ടിലേ പോയിരിക്കാൻ പറഞ്ഞു. ഇവള് കട്ടിലേ പോയിരുന്നു. ഇവളാണ് പേടിച്ച് വച്ച് കട്ടിലേ പോയിരിക്കും. പക്ഷേ ഇവളെന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ വാതിലൊക്കെ അടച്ചിട്ട് വലിയ സോപ്പിട്ട് ഇവളുടെ മുന്നിൽ വന്നിരിക്കുക. എന്തായാലും നീ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ബബിതേ. സാരമില്ല, ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും. പിന്നെ ഈ ഒരു തെറ്റോടുകൂടി ഇതങ്ങ് അവസാനിപ്പിച്ചേക്കണം കേട്ടോ. പിന്നെ നീ ഒന്നിനും പോയേക്കരുത് കേട്ടോ. ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയാം, പക്ഷേ നീ എനിക്ക് വാക്ക് തരണം, നീ ഇനി ഒന്നിനും പോവില്ല എന്ന്. വാക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ ഭയങ്കര ഡയലോഗ്. ഇവൻ അന്നേരത്തേന് അടുത്ത ഒളിക്യാമറ വെച്ചിട്ടാണ് ഇവൻ അവിടെ അടുത്ത പണി ഒപ്പിക്കുന്നത്. കാരണം ഇനി ഇത് ഇവളുടെ ഡിലീറ്റ് ചെയ്യുന്ന പോലെ അഭിനയിച്ചാലും മറ്റേതുകൊണ്ട് ഇവന് കാര്യം നേടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ഓരോ കോപ്രായൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഹരിയെപ്പോലും തോപ്പിച്ചുകൊണ്ട് ബബിതയുടെ ഉള്ളിലെ ബുദ്ധി പ്രവർത്തിച്ചു. ബബിത എന്ത് ചെയ്തു? അവൻ്റെ ഫോണും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഭയങ്കര കലിപ്പിൽ, ഭയങ്കര ഇതിൽ ഇവനെ തള്ളിയിട്ടിട്ട് ഇവനിങ്ങനെ ബബിതയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ബബിത ഇവനെ തള്ളിയിട്ടിട്ട് ഇവൻ്റെ ഫോണും എടുത്തുകൊണ്ട് ഇറങ്ങി ഓടി. എടീന്നും പറഞ്ഞ് ഇവൻ പിന്നാലെ ഓടി. അവളാണെങ്കിൽ ഫോണും എടുത്ത് ഓടി സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുക. പിന്നെ ഇവൻ പിന്നാലെ ഓടുക. എന്തായാലും വീട് നിറച്ച ആൾക്കാരുണ്ട്. ഇതോടുകൂടി എല്ലാം ഫ്ലാഷ് ആകാനുള്ള എല്ലാ വഴികളും ഉണ്ട്. അതേ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാമച്ചായനും ഗ്രേസമ്മയും കൂടി പോകാനായിട്ട് റെഡിയാവുകയാണ്. രേവതിക്കുട്ടിയോട് റെഡിയാകാൻ പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടി റെഡിയാകാൻ പോയി. ഈ സമയത്ത് നമ്മുടെ മാമച്ചായനോട് ഗ്രേസമ്മ പറയാം, പോകുന്നതൊക്കെ കൊള്ളാം, അവിടെ ചെന്ന് അയാളോട് രേവതിക്കുട്ടിയും അല്ലെങ്കിൽ അവരും ആയിട്ടുള്ള ബന്ധത്തെപ്പറ്റിയൊന്നും കുടുംബക്കാരോടൊന്നും പറയരുതെന്ന് മാമച്ചായനൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഒരു കാരണവശാലും രേവതിക്കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള അവസ്ഥ ഉണ്ടാവരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രേസം ഇങ്ങനെ മാമച്ചായനോട് വരുമ്പോൾ മാമച്ചായൻ അതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഉള്ളിലൊരു പേടിയുണ്ട് മാമച്ചായ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി അവരുടെ സ്വഭാവം വല്ലതും മാറുമോ എന്നുള്ളൊരു പേടിയാണെന്ന് പറയുമ്പം നീ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഗ്രേസമ്മയെ സമാധാനിപ്പിക്കുക മാമച്ചായൻ. എന്നിട്ട് മാമച്ചായൻ വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി റെഡിയായിട്ട് ഇറങ്ങി വരുന്ന രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ അന്ത വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. സുന്ദരി കുട്ടിയായല്ലോ, ഇത്രയൊക്കെ ഒരുങ്ങണമായിരുന്നു എന്ന് ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ, പിന്നെ അങ്കിളിൻ്റെ ആൻറ്റിയുടെയും കൂടെ വരുമ്പോൾ ഞാൻ നല്ല മിടുക്കിയായിട്ട് വരണ്ടേ, നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഞാൻ വരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. ഇവിടെ വന്നപ്പോഴേ കൊഞ്ച് പോലെ ഇരുന്നൊരു പെങ്കൊച്ചാ, ഇപ്പം നല്ല മിടുക്കിയായി. അതെ, എൻ്റെ അങ്കിളും ആൻറ്റിയും എന്നെ നല്ലതുപോലെ നോക്കിയിട്ടാ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയോട് പറയും. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഇവരെ മനസ്സിലാക്കി ആ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു പെൺകൊച്ചാണല്ലോ രേവതിക്കുട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമ്മൾ എങ്ങോട്ടാണ് ആൻറ്റി പോണേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പറയാം. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴേ
നിൻ്റെ സ്വഭാവമൊന്നും മാറിയേക്കരുത് കേട്ടോ എന്ന് രേവതിക്കുട്ടിയോട് ഗ്രേസമ്മ പറയാം. എൻ്റെ സ്വഭാവം മാറാനോ? അങ്ങനെ എൻ്റെ സ്വഭാവം മാറാനും ഭാഗത്തിന് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണേ? അലീന ചേച്ചിയുടെ അടുത്തേക്കാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതൊക്കെ ഞാൻ പറയാം, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വിളിച്ചുകൊണ്ട് പോവുക. രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചാനും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. ഈ സമയത്ത് അവിടെ ഹരിയാണെങ്കിൽ ബബിതയുടെ തൊട്ട് പുറകിലെത്തി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഓടി വരുന്നതും കണ്ടുകൊണ്ടതേ നമ്മുടെ രോഹിത് അങ്ങോട്ടേക്ക് കയറി വരും. രോഹിത് ഓടി കയറി വരികയും ഇവർ പരക്കം പാഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയും ഒന്ന് ചേർന്ന് ഇനിയിപ്പം എന്താ സംഭവം എന്ന് തീർച്ചയായിട്ടും അവർ ചോദിക്കുമ്പോൾ ഹരിക്ക് തൻ്റെ തടി രക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. ബബിതയ്ക്കാണെങ്കിലോ ഇതാരെയും കാണിക്കാനും പറ്റില്ല. പക്ഷെ ബബിത തെറ്റുകാരിയാണെന്നും ബബിത ഒരുത്തൻ്റെ കൂടെ പോയി പലതവണ ഒരു വീട്ടിൽ പോയിട്ടുണ്ടെന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഈ തെളിവ് സഹിതം നമ്മുടെ ഹരിമോൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ഒരു പക്ഷേ തലനാരിഴയ്ക്ക് നമ്മുടെ ബബിതയെ രക്ഷപ്പെടുത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കഥകൾ വരുന്നത്. അപ്പം നമ്മുടെ ഡയലോഗുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.